Hi everyone, welcome to my channel. ഇന്ന് നമുക്ക് ഈ പിക്കിൽ കാണുന്നത് പോലെ ഒരു കിടുക്കൻ ഐറ്റം, വോൾ ഡെക്കോർ ഐറ്റം ഉണ്ടാക്കിയെടുത്താലോ? ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയാലോ? അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങൾ മതി. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതുപോലെ ഒരു വേസ്റ്റ് ആയിട്ടുള്ള വുഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തെടുക്കാം. വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് അടിപൊളിയായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കാം. പിന്നെ ഇതുപോലെ ഇത് ഒരു വിനീഗർ ബോട്ടിലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വേസ്റ്റ് ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതും ഗ്ലാസിന്റെ ബോട്ടിലാണെങ്കിൽ അത്രയും ഭംഗി കിട്ടും. അപ്പോൾ അതുപോലെ ഒരു ബോട്ടിൽ എടുക്കുക. പിന്നീട് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഇത് സെക്യൂർ ചെയ്യാൻ, ഇതിവിടെ ടൈറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഒരു കോപ്പർ വയർ എടുക്കുകയാണ് വേണ്ടത്. അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഒരു കോപ്പർ വയർ എടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഈ ഒരു വുഡിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഹോള് വെച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ഈ ഒരു കോപ്പർ വയർ അതിനുള്ളിലൂടെ ടൈറ്റ് ചെയ്ത് കൊടുക്കാനാണ്. പിന്നീട് നമുക്ക് ക്ലാമ്പ് വേണം, 2 സ്ക്രൂ ഡ്രൈവർ, അതുപോലെ തന്നെ ഒരു കട്ടിംഗ് പ്ലെയറും വേണം. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് എങ്ങനെയാ ഈ ഒരു ഐറ്റം ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇനി നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു നമ്മളൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നേരെ ആയിട്ട് ഈ ഒരു ജാറിന്റെ ഈ ഒരു ഭാഗം വെക്കുക. എന്നിട്ട് അതിന്റെ അടിഭാഗം, ബോട്ടം ഭാഗം നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അവിടെ ക്ലാമ്പ് നമുക്ക് ഫിറ്റ് ചെയ്യാനുണ്ട്. ഒരു കുഞ്ഞു ക്ലാമ്പ് ഞാൻ നേരത്തെ കാണിച്ചില്ല, ആ ഒരു കുഞ്ഞു ക്ലാമ്പ് ഇതിന്റെ അടിയിൽ നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതെന്തിനാന്ന് വെച്ചാൽ, നമ്മൾ ഇതിലൊക്കെ വെള്ളമൊക്കെ നിറക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേബിൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു ഇച്ചിരി ഒന്ന് എന്താ പറയുക, ആ വെയിറ്റ് ഒക്കെ ഒന്ന് താങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഈ ഒരു പോയിന്റിൽ നമ്മൾ ക്ലാമ്പ് വെച്ച് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ കുപ്പിയുടെ കറക്റ്റ് മെഷർമെന്റ് ഒക്കെ കറക്റ്റ് ആക്കിയതിന് ശേഷം ഇങ്ങനെ ക്ലാമ്പ് വെച്ച് കൊടുക്കുക. അധികമൊന്നും ബുദ്ധിമുട്ടൊന്നും വേണ്ട. നമ്മൾ കുപ്പി അവിടെ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം എവിടെയാണ് ഇതിന്റെ ക്ലാമ്പ് വെക്കേണ്ടതെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാവും. എനിക്ക് ഈ പോർഷനിലാണ് ക്ലാമ്പ് ഫിറ്റ് ചെയ്യാനുള്ളത്. അപ്പൊ ഞാനിത് സ്ക്രൂ വെച്ചിട്ട് ഇനി ഇവിടെ ടൈറ്റ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പൊ നമുക്കിത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ ക്ലാമ്പ് ഫിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ജാർ അതിൽ വെച്ച് നോക്കാം, കറക്റ്റ് അല്ലേ നമുക്ക് നോക്കാം. മെഷർമെന്റ് എല്ലാം കറക്റ്റ് ആണ്. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് നമ്മുടെ കോപ്പർ വയർ വെച്ച് അതവിടെ സെക്യൂർ ചെയ്യണം. അപ്പോൾ ആ പണിയിലേക്ക് നമുക്ക് പെട്ടെന്ന് തിരിയാം. ഇനി നെക്സ്റ്റ് ചെയ്യുന്നത്, നമ്മൾ കോപ്പർ വയർ എടുക്കുക. കോപ്പർ വയർ എടുത്തതിന് ശേഷം ബോട്ടിലിന്റെ ഈ ഒരു ഭാഗത്ത് 2 ലെയറായിട്ട് നല്ല ടൈറ്റൻ ചെയ്തിട്ട് നമ്മൾ ചുറ്റി കൊടുക്കുകയാണ്. ചുറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ അതിന്റെ ആ ഒരു കോപ്പർ വയറിന്റെ ബാക്കി വരുന്ന പോർഷൻ കട്ടിംഗ് പ്ലെയർ വെച്ചിട്ട് പിരിച്ചു കൊടുക്കണം. ഞാനിങ്ങനെ പിരിച്ചു കൊടുക്കുന്നുണ്ട്. പ്രത്യേകം സൂക്ഷിക്കുക, നമ്മൾ പ്ലെയർ വെച്ചിട്ടാണ് ഇത് പിരിക്കേണ്ടത്. കൈ വെച്ചിട്ട് പിരിച്ചാൽ കൈയൊക്കെ മുറിഞ്ഞു പോകും. അതുകൊണ്ട് പ്ലെയർ വെച്ച് പിരിക്കുക. അതിനുശേഷം നമ്മളുടെ ഈ ഒരു ഭാഗമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഈ ഒരു വുഡില് ഹോള് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഹോളിനകത്തിലൂടെ ഇത് നമ്മൾ ഈ ഒരു കോപ്പർ വയർ കയറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിൽ നമ്മൾ എങ്ങനെ സെക്യൂർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു വുഡിന്റെ ബാക്കിലായിട്ട് ഞാൻ ഒരു സ്ക്രൂ കൂടി ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു കോപ്പർ വയർ അതിൽ ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചുറ്റിയെടുക്കുമ്പോൾ അതവിടെ ടൈറ്റ് ആയിട്ട് നിന്നോളും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് അവിടെ കൂടി നമ്മുടെ കോപ്പർ വയർ ഒന്ന് ചുറ്റിച്ചെടുക്കാം. നമ്മളുടെ ബോട്ടിലിന്റെ മേൽഭാഗമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി താഴെ ഈ കാണുന്ന ഒരു പോർഷനിൽ നമുക്ക് ഗ്ലൂ വെച്ച് കൊടുക്കണം. അതെന്തിനാന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ബോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊന്ന് സ്റ്റേബിൾ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് നമ്മളിതാ ഈ ഒരു പോർഷനിൽ ഗ്ലൂ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഗ്ലൂ ഗൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മളുടെ ബോട്ടിലിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്കിത് സെറ്റ് ചെയ്തിട്ട് എടുക്കാം. ഞാനിത് എൻ്റെ ഒരു ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെബിൾസിന് പകരം ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്, എൻ്റെ കയ്യിൽ കുറച്ച് ക്രിസ്റ്റൽ ബീഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരെ വെള്ളം നിറക്കുക. എന്നിട്ട് നമ്മൾ ഏത് ചെടിയാണ് ഇതിലേക്ക് വെക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ വെച്ച് കൊടുത്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു
സിമ്പിൾ ഡെക്കോർ ഐറ്റം ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ശുഭദിനം.